എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ ബാലിന്റെയും ഗോമതിയുടെയും നാളത്തെ നല്ലൊരു പ്രൊമോ വിശേഷം കേട്ടാലോ. ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. കാരണം നമ്മുടെ മുന്നോട്ടുള്ള യാത്രയിൽ നിങ്ങളെ ഓരോ ലൈക്ക് സപ്പോർട്ടുമാണ് നമുക്ക് പ്രചോദനമായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് അങ്ങോട്ട് പോയാലോ. അങ്ങനെ നാളത്തെ വിശേഷം നമ്മൾ കാണുന്ന ബാലൻ ഭയങ്കര സന്തോഷത്തിലാണ്. അധികം വൈകാതെ തന്നെ ആനന്ദിന്റെ വിവാഹം നടക്കും. ജ്യോത്സ്യം പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർത്തിട്ട് ബാലൻ സന്തോഷിച്ചിരിക്കുന്ന സമയത്ത് ഗോമതി അങ്ങോട്ട് വന്നു. എന്താ ബാലേട്ടാ മുഖത്ത് ഭയങ്കര സന്തോഷമാണല്ലോന്ന് ചോദിക്കാം. അത് പിന്നെ എങ്ങനെ സന്തോഷിക്കാതിരിക്കും. ദേ ഇനിയിപ്പം ഉടനെ തന്നെ ആനന്ദും ശ്രീദേവിയും തമ്മിലുള്ള വിവാഹം നടക്കില്ലെന്ന് ചോദിക്കാം. അതിന് അവർ തമ്മിൽ കണ്ടിട്ടില്ല എന്ന് പറയാ. കാണേണ്ട ആവശ്യമൊന്നുമില്ല, ഉറപ്പായിട്ട് ഈ വിവാഹം നടക്കുന്ന ജ്യോത്സ്യർ പറഞ്ഞ്. അതുകൊണ്ട് എനിക്ക് ആ കാര്യത്തിൽ ഒരു ടെൻഷനും ഇല്ലെന്ന് പറയാം. അല്ല ഞാനൊരു കാര്യം ചോദിച്ചേട്ടാ ബാലേട്ടാ, ഇനിയിപ്പോ ആനന്ദിനെ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ? ഇഷ്ടപ്പെടാതൊന്നും ഇരിക്കില്ല, അവൻ എന്റെ മോനല്ലേ, അവൻ ഇഷ്ടപ്പെടും. ഇനിയിപ്പോ ഇഷ്ടപ്പെട്ടാലും ഇല്ലേലും ഞാൻ ഈ കല്യാണം അങ്ങ് നടത്തുമെന്ന് പറയാം. കണ്ട് എല്ലാ ഇത്ര ദിവസമായിട്ടുള്ള എല്ലാ പ്രശ്നങ്ങളും മാറി നിൽക്കുക ഈ സമയത്ത്. എന്തുകൊണ്ടും നല്ല സമയമെന്ന് എനിക്ക് തോന്നുന്നത്. അല്ലെങ്കിൽ തന്നെ മീനാക്ഷിയുടെ പ്രശ്നങ്ങൾ എന്തൊക്കെയായിരുന്നു എല്ലാം ഭഗവാനായിട്ടെടുത്ത് മാറ്റിക്കളഞ്ഞില്ലേന്ന് ചോദിക്കാം. ഇത് കേട്ടും ഗോമതി പറഞ്ഞു അത് ശരിയാന്ന് പറയണം. അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഉദയഭാനുവിന്റെ കോള് വരികയാണ്. ഇവിടുത്തെ ബാലൻ കോൾ എടുത്തു. ആ പറഞ്ഞ സാർ എന്താ കാര്യം ചോദിക്കാം. അല്ല അത് പിന്നെ ഇതുവരെയായിട്ട് നമ്മൾ ആ ചടങ്ങൊന്നും നടത്തിയില്ലല്ലോ. അയ്യോ എന്ത് ചടങ്ങാ സാർ? ആ പെണ്ണുകാള ചടങ്ങേ? ഓ അതങ്ങനെ. അല്ല ഒരു കാര്യം ചെയ്യാം, ഇനിയിപ്പം വീട്ടിലേക്ക് വരണമെന്ന് എനിക്ക് നിർബന്ധമൊന്നുമില്ല. ഇനിയിപ്പം ഞങ്ങള് ക്ഷേത്രത്തിൽ വരുന്നുണ്ട്, ദേവീ ക്ഷേത്രത്തില്. അവിടെ വെച്ചല്ലേ ഈ സംഗതികൾ തുടങ്ങിയത്. ആദ്യമായിട്ട് നമ്മൾ തമ്മിൽ കാണുന്ന അവിടെ വെച്ചാ. അതുകൊണ്ടൊരു കാര്യം ചെയ്യാം, കുട്ടികൾ തമ്മിൽ ആദ്യം അവിടെ വെച്ച് തന്നെ കാണട്ടെ. എങ്ങനെയുണ്ട്? ബാലിന് വല്ല ബുദ്ധിമുട്ടുണ്ടോന്ന് ചോദിക്കാം. ഇത് കേട്ടതും ബാലൻ പറഞ്ഞു ബുദ്ധിമുട്ടോ? എനിക്ക് എന്ത് ബുദ്ധിമുട്ട് സാർ, എനിക്കൊരു കുഴപ്പമില്ലെന്ന് പറയണം. എന്നാ ശരി നമുക്ക് നാളെ തന്നെ കണ്ടേക്കാന്ന് പറയണം. എന്നാ ശരി നാളെ തന്നെ കാണാം, ഇനി കുഴപ്പമൊന്നുമില്ല, എന്തേലും ഉണ്ടെ വിളിച്ച് പറഞ്ഞേക്കണം കേട്ടോ എന്ന് പറയണം. അങ്ങനെ ഒരു കുഴപ്പമില്ല, ഞാൻ നാളെ എന്റെ മകനെയും കൂട്ടി അങ്ങോട്ട് വന്നേക്കാന്ന് പറയണം. അങ്ങനെ ഫോൺ കട്ട് കഴിഞ്ഞപ്പോ എന്തെന്നില്ല സന്തോഷമായിരുന്നു ബാലന്. ബാലൻ ഗോമതിയോട് പറഞ്ഞു അതെ ഉദിഭാൻ സാറ് നാളെ മോളെ കൊണ്ട് ക്ഷേത്രത്തിൽ വരും, നമ്മള് ആനന്ദിനെ കൊണ്ട് അങ്ങോട്ട് ചെല്ലണമെന്ന് പറയാം. ആ അത് കൊള്ളാലോ. അല്ല ക്ഷേത്രത്തിൽ വെച്ച് കണ്ടാലോ, അതിനെന്താ കുഴപ്പം? അവിടെ വെച്ചല്ലേ നമ്മൾ ആദ്യമായിട്ട് ഉദയഭാനു സാറിനെ കാണുന്നേ, അതുകൊണ്ട് കുഴപ്പമില്ലാന്ന് പറയാം. പിന്നീട് ആ സന്തോഷ വാർത്ത അറിയിക്കാനായിട്ട് ആനന്ദിന്റെ അരിയിലേക്ക് ചെല്ലുന്നുണ്ട്. അപ്പത്തേക്ക് ധർമ്മനും മീനാക്ഷി എല്ലാരും കൂടെ വന്നു. ആനന്ദിനോട് പറഞ്ഞു അതെ നാളെ ക്ഷേത്രത്തിൽ രാവിലെ പോണെന്ന് പറയാം. ആനന്ദിനാച്ചാ നാളെ ക്ഷേത്രത്തിൽ പോന്നേ? അത് പിന്നെ നാളെ ആ പെൺകുട്ടി അവിടെ വരുന്നുണ്ട്, ഉദയഭാനു സാറിന്റെ മോള്. നാളെ അവിടെ വെച്ച് നിങ്ങൾക്ക് തമ്മിൽ കാണാന്ന് പറയണം. അച്ഛാ ഒരു കാര്യം ഞാൻ പറയാ അച്ഛാ, എനിക്കിപ്പോ കല്യാണം വേണ്ടെന്ന് പറയാം. ദേ ആനന്ദേ ഇനി എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത്, പറഞ്ഞേട്ടല്ലോ. നാളെ രാവിലെ നീ റെഡി ആയിരിക്കണം, നമ്മളെല്ലാം ക്ഷേത്രത്തിലേക്ക് പോവാന്ന് പറയണം. ഇത് കേട്ടപ്പം മീനാക്ഷി പറഞ്ഞു ഞങ്ങൾക്ക് എല്ലാവർക്കും ആകാംക്ഷ പെണ്ണിനെ കാണാനുണ്ട്, പെൺകുട്ടിയെ കാണാനായിട്ട്. എങ്ങനെയായിരിക്കും? എന്തായാലും ഉദയഭാനു സാറിനെ കാണാനായിട്ട് ഗ്ലാമർ അല്ലേ, അപ്പൊ പെൺകുട്ടി സൂപ്പർ ആയിരിക്കും എന്ന് പറയണം. ഇത് കേട്ട് ധർമ്മം പറഞ്ഞു ഇനിയിപ്പൊ ആണെങ്കിലും അല്ലെങ്കിലും ആനന്ദ് അവളുടെ കഴുത്തിൽ താലി കെട്ടുമെന്ന് പറയാം. ഇതെന്താളെ ഏകദേശം ഉറപ്പിച്ച മട്ടാന്ന് പറയാ. ബാലൻ പറഞ്ഞു നീ ആ പറഞ്ഞു ശരിയാ, ഇത്രയും കാലമായിട്ടും ഒരു നല്ല കാര്യം നിന്റെ വായിന്ന് വന്നു പറയാം. ധർമ്മം പറഞ്ഞു ഓഹോ അപ്പൊ ഇത്രയും കാലം ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നല്ല എന്നാ മണ്ടത്തരമാണെന്ന് ചോദിക്കും. ഇത് കേട്ടതും ഗോമതി ഒന്ന് ചിരിക്കുവാണ്. പിന്നീട് അവരെല്ലാം ഭയങ്കര സന്തോഷത്തില നാളെ നടക്കാൻ പോകുന്ന ആ കാര്യത്തെക്കുറിച്ച്. ആനന്ദിന് മനസ്സിൽ ടെൻഷനാ. ദൈവമേ ഒരു കാരണവശാലും ആ പെൺകുട്ടിക്ക് തന്നെ ഇഷ്ടപ്പെടല്ലേ. എന്റെ ദൈവമേ എന്ത് ചെയ്യാൻ പറ്റും? അങ്ങനെ ഒരു ചിന്തയായിരുന്നു ബാലനും ഗോമതിയും. പക്ഷെ ഭയങ്കര സന്തോഷത്തിലായിരുന്നു. പിന്നീട് പിറ്റേ ദിവസം രാവിലെ ആയി കഴിഞ്ഞപ്പോ ആര്യൻ എന്ത് ചെയ്യുക, പുറത്തേക്ക് ഇറങ്ങാനായിട്ട് അങ്ങ് തുടങ്ങുകയാണ്. പുറത്തേക്ക് ഇറങ്ങി സ്കൂട്ടിക്ക് ഒന്ന് കഴിയാന്ന് ഓർത്തുകൊണ്ട് അങ്ങോട്ട് ഇറങ്ങി അങ്ങോട്ട് പോവാണ്. ഈ സമയം മിത്ര എന്ത് ചെയ്യാണ്, ആരിന്റെ അടുത്തേക്ക് വരുവാണ്. പക്ഷെ ആരിന്റെ അടുത്തേക്ക് വന്നു കഴിഞ്ഞപ്പോഴാണ് മിത്രയുടെ കാലിൽ അപ്രതീക്ഷിതമായിട്ട് അത് സംഭവിക്കുന്നത്. ആ കുപ്പിച്ചില് കയറുന്നത്. തലേ ദിവസം മതിച്ചാണ്ട് അവിടെ ഒന്ന് വെള്ളം അടിച്ച് കോടം തെറ്റി നിൽക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ കയ്യിൽ നിന്ന് ഗ്ലാസ് ഒക്കെ താഴെ പോയി പൊട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആ കുപ്പിച്ചിലെല്ലാം കൂടെ അവിടെ കിടക്കുന്നുണ്ടായിരുന്നു. അപ്പൊ ആ ചില്ലെല്ലാം കൂടെ കുറെ ആരും പെറുക്കി കളഞ്ഞു. പക്ഷേങ്കിൽ ഇതും മിത്ര ശ്രദ്ധിച്ചില്ല. കാരണം ചെരുപ്പിടാതെ പെട്ടെന്ന് അങ്ങോട്ട് ഇറങ്ങി വന്നു കഴിഞ്ഞപ്പോഴത്തേനും കാലിലേക്ക് കൊണ്ടുകയറുക. അവിടെ ഒക്കെ അലറി വിളിച്ച് കഴിഞ്ഞപ്പോൾ ആരിന് ഓടി വരുവാണ്. ആര്യം വന്നിട്ട് എന്താ കാര്യം നോക്കുക. നോക്കി കഴിയുമ്പോഴത്തേനും മൊത്തം ചോര. പെട്ടെന്ന് ആര്യൻ എന്ത് ചെയ്യുവാണ്, മിത്രയെ ഷോൾ എടുത്ത കാലെല്ലാം കൂടെ മുറുക്കി കെട്ടുവാണ്. എന്നിട്ട് മിത്രനെ കോരിയെടുത്ത് നേരെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവാ. അതൊക്കെ നോക്കണ്ടേ മിത്രേ, ഇതൊക്കെ നോക്കാത്തോണ്ടല്ലേ ഇങ്ങനെയൊക്കെ സംഭവിച്ചെന്ന് പറയാണ്. അത് പിന്നെ അതെ ഇനിയിപ്പം ഇതിനെക്കുറിച്ചൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞ് മിത്രയ്ക്കാണെങ്കിൽ വല്ലാത്ത ടെൻഷൻ ഉണ്ടായിരുന്നു. കാലം നന്നായിട്ട് വേദന എടുക്കുന്നുണ്ട്. അങ്ങനെ അവിടെ അടുത്തുള്ള ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവാ. അവിടെ ചെന്ന് മിത്രനെ അങ്ങോട്ട് ടേബിളിലേക്ക് കൊണ്ട് കിടത്തിയപ്പോൾ മിത്രയുടെ കാല് നന്നായിട്ട് വേദന എടുക്കുന്നുണ്ടായിരുന്നു. കാരണം കുപ്പിച്ചിൽ കുറെ ആഴത്തിലങ്ങ് കയറിയിട്ടുണ്ടായിരുന്നു. പിന്നെ നേഴ്സ് വന്ന് ഡ്രസ്സ് ചെയ്യാനായിട്ട് വരിക. അപ്പം മിത്ര പറഞ്ഞു ആര്യ എനിക്ക് നല്ല വേദന എടുക്കണമെന്ന് പറയാം. സാരമില്ല അതിപ്പൊ തന്നെ പോയിക്കോളും ചേച്ചി, കുഴപ്പമൊന്നും ഇല്ലാന്ന് പറയാണ് ആ നേഴ്സ്.
എന്നാലും പിന്നീട് കാല് പതുക്കെ ഡ്രസ്സ് ചെയ്യാൻ തുടങ്ങിയപ്പോഴത്തേനും മിത്രയ്ക്ക് സഹിക്കാൻ പറ്റില്ല. ആരിന്റെ അടുത്ത് നിൽക്കുന്നുണ്ട്. ആരിനെ വട്ടം അങ്ങോട്ട് കയറി കെട്ടിപ്പിടിക്കുകയാണ്. കാരണം ആര്യക്ക് കുറി അങ്ങോട്ട് കെട്ടിപ്പിടിക്കുക. ഒരു നിമിഷം ആ നേഴ്സും ആഹാ ഇത് കൊള്ളാലോ, ഇത്രയ്ക്ക് പേടിയാണോ എന്ന് ചോദിക്കും. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ആര്യം മിത്രനെ നോക്കാം. മിത്രനെ അങ്ങോട്ട് മാറ്റാൻ ശ്രമിച്ചെങ്കിലും മിത്രം മാറാൻ കൂട്ടാക്കില്ല. കാരണം ആരിന്റെ നെഞ്ചോട് ചേർന്ന് ഇങ്ങനെ കിടക്കുക. അവസാനം കാലൊക്കെ ഡ്രസ്സ് ചെയ്ത് മരുന്ന് വെച്ച് വിട്ടു. പിന്നീട് മിത്രയും കൊണ്ട് വീട്ടിലേക്ക് വരിക. ആര്യം പറഞ്ഞു, ഇത്രയും ചെറിയൊരു മുറിവിന് നീ ഇത്രമാത്രം കിടന്ന് കരയുമെങ്കിൽ ഇതിനേക്കാളും വലുത് എന്തെങ്കിലും വന്നാൽ നീ എന്ത് ചെയ്യുമെന്ന് ചോദിക്കുക. അതെ, വലുത് വരുമ്പോഴല്ലേ എനിക്ക് ഇന്ന് വരെ ഇങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ലെന്ന് പറയാണ്. എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാ ഇങ്ങനെയൊക്കെ കാല് മുറിഞ്ഞ് കാണുന്നതെന്ന് പറയാം. ഓ അത് ആദ്യമായിട്ടാ, ഞങ്ങൾക്ക് പിന്നെ ഇതൊന്നും വലിയ പുത്തരിയൊന്നുമല്ല എന്ന് പറയണം. അത് ആരിന്, പക്ഷെ എനിക്ക് അങ്ങനെയല്ല എന്ന് പറയണം. വീട്ടിലേക്ക് കൊണ്ടുവന്നാലും മിത്രയ്ക്ക് അങ്ങനെ കാലുകുത്തിയൊന്നും നടക്കാൻ ഭയങ്കര വേദനയായിരുന്നു. പിന്നെ മിത്രനെ കോരിയെടുത്ത് ബെഡിലേക്ക് കൊണ്ട് കിടത്തുന്നത് മിത്രയ്ക്ക് എന്തെന്നില്ലാത്ത സന്തോഷം തോന്നി. കാരണം ഇതുവരെയായിട്ടും ഇങ്ങനെയുള്ള അടുപ്പമൊന്നും കാണിച്ചിട്ടില്ലല്ലോ. ആരും പറഞ്ഞു, നിനക്ക് സന്തോഷമായി കാണുമെന്ന് എനിക്കറിയാം, കാരണം എനിക്ക് പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലോ എന്ന് പറയണം. കേട്ടതും മിത്രയെ നോക്കി. കാരണം ആരിന് മനസ്സിലായി മിത്ര തന്നോട് കൂടുതൽ അടുപ്പം കാണിക്കാൻ ആഗ്രഹമുണ്ട്. അല്ലെങ്കിൽ തന്നെ ഇന്നലെ അങ്ങനെ രണ്ടുപേരും കൂടെ ഫോണിന് വേണ്ടി അടിയുണ്ടാക്കിയ സമയത്ത് മിത്ര പറയുകയും ചെയ്തായിരുന്നു, ആരിനോട് കൂടുതൽ അടുക്കുന്ന എനിക്ക് ഭയങ്കര ഇഷ്ടമാന്നുള്ള കാര്യം. പിന്നീട് മിത്ര ബെഡ് ഇരിക്കുകയാണ്. ഈ സമയത്ത് ആരിന് എന്ത് ചെയ്യണം, ഫുഡൊക്കെ എടുത്തോണ്ട് വരുന്നുണ്ട്. മിത്രയോട് കഴിക്കാൻ വരാൻ പറയണം. അപ്പം മിത്ര പറഞ്ഞു, ആര്യ എനിക്ക് എഴുന്നേറ്റ് നടക്കാൻ കാലം നല്ല വേദനയുണ്ടെന്ന് പറയാണ്. എന്നാ ശരി, ഞാൻ ഇവിടെ തരാം, നീ കഴിച്ചോളാൻ പറയണം. ഞാൻ കൈയൊന്നും കഴിയിട്ടില്ലെന്ന് പറയാം. ഒരു കാര്യം ചെയ്യുക, ആരിന് എനിക്ക് വാരിത്തരാൻ പറയണം. ആരിന് ആദ്യം സംശയിച്ചു. പിന്നെ വാരിത്തരുന്നൊന്നുമില്ല, നീ തന്നെ അങ്ങോട്ട് കഴിച്ചാൽ മതി എന്ന് പറയാം. പിന്നീട് ആരിനെ ഇങ്ങനെ നോക്കുകയാണ്. പാവം കഷ്ടം തോന്നി. ആരും തന്നെ ഞങ്ങൾ വാരി കൊടുക്കുകയാണ്. മിത്രനെ അല്ല ആര്യം വാരി കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേനും മിത്രയ്ക്ക് എന്തെന്നില്ലാത്ത സന്തോഷമായിരുന്നു. കാരണം ആദ്യമായിട്ടാണ് ആര്യൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്ന. ആര്യന്റെ കെയറിങ് മിത്രയ്ക്ക് നന്നായിട്ട് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടു. കാരണം തന്റെ കാല് മുറിഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും ആര്യന് വല്ലാത്ത ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു. എന്തായി തീരും എങ്ങനെയാ തീരും എന്നറിയില്ലാതെ. അങ്ങനെ ഫുഡ് വാരി കൊടുത്തോണ്ടിരിക്കുന്ന സമയത്ത് മിത്ര പറഞ്ഞു, വീട്ടിലാണെങ്കിൽ എൻ്റെ അമ്മ എനിക്കിങ്ങനെ വാരി തരുമായിരുന്നു പറയാം. ഓഹോ, അപ്പൊ അതാണോ നിന്റെ മനസ്സിൽ നിൽക്കുക? അല്ല, അതിനുശേഷം ഇപ്പൊ ഇവിടെ വന്നതിന് ശേഷം ആരിനിപ്പോ വാരത്തിരുമ്പോ എനിക്ക് ആ ഓർമ്മകളൊക്കെ വരുമെന്ന് പറയണം. അതെ, കൂടുതലൊന്നും നീ ഓർക്കണ്ട. അതെ, എനിക്ക് വേറെ ജോലിയുണ്ട്, പെട്ടെന്ന് കഴിക്കാൻ പറയാണ്. പിന്നീട് മിത്രയോട് ചോദിച്ചു, അല്ല നാളെ തൊട്ടിന് നിനക്ക് കോളേജിൽ പോകാൻ പറ്റത്തില്ലല്ലോ അല്ലേന്ന് ചോദിക്കണം. ഇല്ല, കോളേജിൽ പോകാൻ പറ്റത്തില്ല. അതോർത്തു ആരിന് വല്ലാത്ത ടെൻഷനാ. ഇവിടെ തന്നെ ഇവിടെ ഇരുത്തിയിട്ട് എങ്ങനെ പോകും? എന്നൊരു കാര്യം ചെയ്യാം, നാളെ ഞാൻ ലീവ് എടുത്ത് ഇവിടെ ഇരിക്കാം, ഞാൻ പോകുന്നില്ല എന്ന് പറയാം. അതെങ്ങനെ ശരിയാ ആര്യം പോയിരുന്നാൽ ശരിയാകത്തില്ല, ആര്യം പോയിക്കോളാൻ പറയാം. വേണ്ട, അത് ശരിയാകത്തില്ല, ആരിന് ടെൻഷനാ. മിത്രനെ തന്നെ എടുത്തിട്ട് പോയിട്ടുണ്ടെങ്കിൽ അമ്മ ഇതിനെങ്ങാനും വരുമോ? ഇനി വല്ല പ്രശ്നമെങ്ങാനും ഉണ്ടാക്കിയിട്ടുണ്ടെ തീർന്നില്ലേ? ഒന്നാമത്തെ കാര്യം മിത്രയ്ക്ക് ഒന്ന് എഴുന്നേറ്റ് ഓടാൻ പോലും പറ്റാത്ത അവസ്ഥയിലായിരിക്കണേ. അപ്പൊ ഇതിന്റെ ഇടയ്ക്ക് ഇനിയിപ്പോ ആ പ്രശ്നം കൂടെ അതോർത്ത് കഴിഞ്ഞപ്പോ ആന്റെ ഉള്ള സമാധാനം കൂടെ പോയി. പിന്നീട് മീനാക്ഷി പതിവ് പോലെ തന്നെ ഓഫീസിലേക്ക് പോവാണ്. ഓഫീസിലേക്ക് പോണ സമയത്താണ് വീണാമാടം അങ്ങോട്ട് വരുന്നത്. വീണാമാടം മീനാക്ഷിനെ കണ്ടു. അപ്പൊ രണ്ടുപേരും കൂടെ സംസാരിച്ചിട്ട് അങ്ങോട്ട് പോവാം. വീണാമാടം പറഞ്ഞു, എന്താണേലും ആ സാമൂഹ്യ പ്രവർത്തന രഞ്ജിനിക്ക് കിട്ടേണ്ടത് തന്നെ കിട്ടിയിട്ടുണ്ട്. അധികം വൈകാതെ തന്നെ അവർക്ക് നല്ല പണി കിട്ടുമെന്ന് പറയണം. എന്നാലും മീനാക്ഷി സംഭവിച്ചു തന്നിരിക്കുന്നു കേട്ടോ. മീനാക്ഷി ആ സമയത്തൊക്കെ പിടിച്ചു നിന്നത് അതെ എന്റെ വീട്ടുകാരുടെ ഫുൾ സപ്പോർട്ട് ഉള്ളതുകൊണ്ടാ വീണേച്ചേ. അല്ലെങ്കിൽ എനിക്ക് ഒരു കാരണവശാലും എനിക്ക് അങ്ങനെ പിടിച്ചേക്കാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ടോ? കൃത്യസമയത്ത് തന്നെ ദയവായിട്ടാ ആ കാര്യങ്ങളൊക്കെ കൺമുന്നിൽ കൊണ്ടുവന്നേ. അല്ലെങ്കിൽ ഒരു പക്ഷേങ്കിൽ എന്റെ സ്ഥിതി എന്താവുമായിരുന്നു? അത് ശരിയാ മീനാക്ഷി പറഞ്ഞേ. അല്ലെങ്കിൽ ഒരു പക്ഷെ മീനാക്ഷി കുറ്റക്കാരിയായെന്ന് പറയാം. ഇനിയിപ്പൊ പേടിക്കണ്ടല്ലോ. അങ്ങനെ നല്ല ധൈര്യത്തോടു കൂടി മീനാക്ഷി ഓഫീസിലേക്ക് ചെന്ന് കയറുക. എല്ലാരും മീനാക്ഷി അടുത്തേക്ക് ഓടി വരുവാണ്. പിന്നീട് കാര്യങ്ങളൊക്കെ തിരക്കുവാണ്. വീണാമടം പറഞ്ഞു, ഇതാ പറഞ്ഞേ, സത്യസന്ധമായിട്ട് എവിടെയെങ്കിലും നമ്മൾ പെരുമാറിയിട്ടുണ്ടെങ്കിൽ ഒരു ശക്തിക്ക് നമ്മൾ തോൽപ്പിക്കാൻ പറ്റുമെന്ന്. അതിനൊരു ഉത്തമ ഉദാഹരണമാണ് മീനാക്ഷി. കണ്ടില്ലേ, ഇന്നലെ അയാൾ കള്ളക്കേസ് കൊടുക്കാൻ നോക്കിയിട്ടും മീനാക്ഷി അതിൽ നിന്നൊക്കെ രക്ഷപ്പെട്ട് വന്നില്ലേന്ന് ചോദിക്കുകയാണ്. പിന്നീട് മീനാക്ഷിക്ക് ഭയങ്കര സന്തോഷമാണ്. കാരണം തന്നെ രണ്ടാം തവണയാണ് അലോക് ഇങ്ങനെ കുരുക്കാനായിട്ട് ശ്രമിക്കുന്നത്. ആദ്യം ഒരു തവണ കുരുക്കാൻ വന്നു കഴിഞ്ഞപ്പോൾ താൻ തന്ത്രപരമായി രക്ഷപ്പെട്ടു. പക്ഷെ രണ്ടാം തവണയാണ്. ഇതങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല. അവനെതിരെ ഒരു കേസൊക്കെ ഫയൽ ചെയ്യണം. അല്ലെങ്കിലും ഓൾറെഡി തന്നെ കേസുണ്ട്. പക്ഷെ ആദ്യത്തെ തവണ താൻ അവനെ വെറുതെ വിട്ട അതാണ് ചെയ്ത തെറ്റ്. പക്ഷെ അത് പാടില്ലായിരുന്നു. അതൊക്കെ നേരത്തെ ചെയ്യേണ്ടായിരുന്നു. ഒക്കെ മീനാക്ഷി ഓർക്കുന്നുണ്ട്. ഈ സമയം വീട്ടിലെല്ലാരും കൂടെ ഭയങ്കര സന്തോഷത്തിലാണ്. അപ്പൊ നാളെയാണ് ഇനിയിപ്പം പെണ്ണെ കാണാനായിട്ട് പോകുന്നത്. അങ്ങനെ അന്ന് വൈകുന്നേരം മീനാക്ഷി വന്നു കഴിഞ്ഞപ്പോഴത്തേനും ഗോമതി മോളെ, നാളെയാണ് ഇനി നമ്മൾ ക്ഷേത്രത്തിലേക്ക് പോകേണ്ടതെന്ന് പറയാം. അതിനെന്താമേ, നാളെ നമുക്ക് എല്ലാവർക്കും പോയി കാണാമല്ലോ എന്ന് പറയാണ്. അങ്ങനെ പിറ്റേ ദിവസമായി. പിറ്റേ ദിവസത്തിന് വേണ്ടി കാത്തിരിക്കുമായിരുന്നു. രാവിലെ എന്നെ ആനന്ദനെ വിളിച്ച് എഴുന്നേപ്പിച്ചു. ബാലൻ വന്നിട്ട് പറഞ്ഞു, അതെ ഞാനിപ്പോൾ തന്നെ വരാം. നടക്കാൻ പോയിട്ട് വന്ന് കഴിയുമ്പോഴത്തേനും എല്ലാവരും റെഡി ആയിട്ടിരിക്കണം എന്ന് പറയണം. ബാലൻ നടക്കാൻ പോയിട്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേനും എല്ലാവരും റെഡി ആയിട്ടിരിക്കുക. ആനന്ദിന് വല്ലാത്തൊരു ടെൻഷൻ ഉണ്ട്. എങ്ങനെയായി തീരും എന്തായി തീരും എന്ന് അറിയത്തില്ല. അങ്ങനെ എല്ലാവരും കൂടെ ക്ഷേത്രത്തിലേക്ക് പോവാണ്.
ക്ഷേത്രത്തിലേക്ക് ചെന്ന് കഴിഞ്ഞിട്ടും ഉദയഭാനും മോളൊന്നും വന്നിട്ടില്ലായിരുന്നു. ഈ സമയം ആനന്ദി ചോദിച്ചു, അല്ല ഇനിയിപ്പോ അവളെങ്ങാനും വരാതിരിക്കുമെന്ന് ചോദിക്കുക. ഇത് കേട്ടതും ഗോമതി പറഞ്ഞു, ഒന്നും മിണ്ടാതിരിക്കടാ, നല്ലൊരു കാര്യത്തിന് വരുമ്പോഴാണ് നീ ഇങ്ങനെയൊക്കെ പറയണേ. കാരണം ആനന്ദിനെ എങ്ങനെയും വരാതിരിക്കണേ എന്നൊരു പ്രാർത്ഥന മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഒരു കാര്യം ചെയ്യാം, ഞാനിന്ന് പോയി ദേവിനെ ഒന്ന് പ്രാർത്ഥിച്ചിട്ട് വരട്ടെ എന്നും പറഞ്ഞുകൊണ്ട് ആനന്ദ് അങ്ങോട്ട് പ്രാർത്ഥിക്കാൻ വേണ്ടി അങ്ങോട്ട് പോവാണ്. അപ്പോഴാണ് ഒരു കാർ അങ്ങോട്ട് വന്ന് നിന്നേ. ആ കാറിനകത്തുനിന്ന് ആദ്യം ഉദയഭാനു സാർ ഇറങ്ങി, പിന്നീട് ഭാര്യ, അവസാനം അവിടെ മോളിറങ്ങിയത്. അപ്പൊ ഉദയഭാനു സാർ വന്നെന്ന് പറഞ്ഞുകൊണ്ട് ബാലൻ അങ്ങോട്ടേക്ക് ചെല്ലുവാണ്. അപ്പോഴേക്കും മീനാക്ഷി, അതെ ഇത് ആനന്ദേട്ടന്റെ പെണ്ണ് വന്നല്ലോ എന്ന് പറയാണ്. ഇത് കേട്ടോ ആനന്ദ് തൊഴുതോണ്ടിരിക്കുന്ന ആനന്ദ് പെട്ടെന്ന് തിരിഞ്ഞു നോക്കുകയാണ്. നോക്കുമ്പോൾ കാണുന്ന കാഴ്ച കാറിനകത്തുനിന്ന് ഇറങ്ങുന്ന ശ്രീദേവിനെയാണ്. ആ കാഴ്ച കണ്ട് ഒരു നിമിഷം കൂടെ ആനന്ദൊന്ന് നോക്കിപ്പോയി. കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാനായിട്ട്. കാപ്സാരിയൊക്കെ എടുത്ത് നല്ല സുന്ദരിയായിട്ട് നല്ല നാടൻ സൗന്ദര്യത്തില്, ശാലിന സൗന്ദര്യത്തിലാണ് അങ്ങോട്ട് വന്നിരിക്കുന്നത്. ആ ഒറ്റ നോടത്തിൽ തന്നെ എന്തായാലും ആനന്ദിന് ആളെ ഇഷ്ടപ്പെട്ടു. ഗോമതിക്കും മീനാക്ഷിക്കും എല്ലാവർക്കും ആളെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുവാണ്. നല്ല സുന്ദരിയാണ്, ആനന്ദേണ്ണ ചേരുമെന്ന് മനസ്സിലായി. പിന്നീട് ആകാശനോട് പറഞ്ഞ് നിന്ന് നോക്കിയേ, ആനന്ദേണ്ണ ഉറപ്പായിട്ടും ചേരുവല്ലേന്ന് ചോദിക്കാം. അത് ശരിയാ, പക്ഷെ ആനന്ദേണ്ണ അത് പറയേണ്ട ആളെന്ന് പറയണം. ആ സമയം ആനന്ദ് അവളെ തന്നെ ഇങ്ങനെ കണ്ണിമിക്കാതെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുവായിരുന്നു. നല്ല ഭംഗിയുണ്ട് കാണാൻ എന്നൊക്കെ ഓർത്തുണ്ട്. ഇനിയിപ്പോ അതിന്റെ വിശേഷങ്ങളാ, ഇനിയിപ്പോ കല്യാണമേളോ നമ്മള് കാണാൻ പോകുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചു നിർത്തുന്നു. നന്ദി.